ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഡിസംബർ 31 നൈറ്റ് ഒന്ന് പുറത്ത് കറങ്ങാനൊക്കെ പോയി അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയത് ഏകദേശം 6:30 കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ യാത്രയിൽ നമ്മൾ ചിക്കുനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ചിക്കു നമ്മൾ എവിടെ പോണോടമ്മോ? ചിക്കു ചിക്കു ഹോട്ടലിലട. അപ്പോൾ നമ്മുടെ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹുസൈൻ സാഗർ ലേക്ക് അല്ലെങ്കിൽ ടാങ്ക് ബണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ നമുക്ക് നൈറ്റ് ജേണി ആസ്വദിക്കാം. നമ്മൾ ആദ്യം പോയത് ഫ്രണ്ടിലെ വീട്ടിലോട്ടാണ്. പക്ഷേ അവിടെ നിന്ന് അടുത്താണ് ഈ ടാങ്ക് ബണ്ട് എന്ന സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ കാർ നിർത്തിയിട്ട് ചിക്കുനെ ഒരു വീട്ടിലേക്ക് ആക്കിയിട്ടാണ് പിന്നെ നമ്മൾ ബൈക്കിലാണ് അവിടെ നിന്ന് പോയത്. കാരണം കാറും കൊണ്ട് അവിടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ട്രാഫിക്കൊക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബൈക്കിലാണ് പോയത്. നമ്മളവിടെ എത്തുമ്പോൾ സമയം 8 മണിയായി. പിന്നെ നമ്മളവിടെ അധികം നേരം നിന്നില്ല, അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി, മോൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട്. നമ്മളെപ്പോഴും കഴിക്കാറുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്, മേഫിൽ നിന്നുള്ള റെസ്റ്റോറൻറ്റാണ്. നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയും പിന്നെ ചില്ലി ചിക്കൻ ഗ്രേവി ആയിട്ടുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സമയം 9 കഴിഞ്ഞു. പിന്നെ നമ്മൾ പോയത് ഐമാക്സിലാണ്. ജസ്റ്റ് നമ്മളിവിടെ കയറി അമ്മുവിനെ പറ്റി വല്ല ഗെയിംസ് എന്തെങ്കിലും ഉണ്ടോ, ഫൺ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ കയറിയിട്ട് അപ്പോൾ തന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഒരുപാട് ഗെയിംസൊക്കെ ഉണ്ട്. പക്ഷേ അമ്മുവിന് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. അവൾക്ക് ആകെ ഇഷ്ടപ്പെട്ടത് വീഡിയോ ഗെയിമാണ്. അതിന് 1200 rupees കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വരാമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമുക്കതിൻ്റെ അകത്തെ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങനെയായിരുന്നു കേട്ടോ നമ്മൾ യാത്ര ചെയ്തത്.
പിന്നെ നമ്മൾ പോയത് എക്സിബിഷൻ കാണാനാണ്. ഇത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തൊന്നുമല്ല, നമ്മളിവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു എക്സിബിഷൻ ഉണ്ടെന്ന്. അപ്പോൾ വിചാരിച്ചു നേരെ അങ്ങോട്ട് പോകുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ലേക്കിലോട്ട് അങ്ങോട്ടും, ഇതെല്ലാം അടുത്തടുത്ത് തന്നെയാണ്. പക്ഷേ നമ്മൾ പിന്നെ ഇവിടെ തന്നെ സമയം പോയതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ എങ്ങോട്ട് പോകാനൊന്നും നിന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എക്സിബിഷൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഈ എക്സിബിഷൻ്റെ പേര് തന്നെ വിൻ്റർ കാശ്മീർ ഉത്സവമേള എന്നാണ്. അപ്പോൾ ഇത് മൊത്തം കാണിക്കുന്നത് മൊത്തം കാശ്മീരിൻ്റെ ഒരു ലുക്കാണ് ഇവിടെ മൊത്തമായിട്ട് ഉള്ളത്. വളരെ മനോഹരമായിരുന്നു കാണാൻ. ഒരാൾക്ക് 100 റുപ്പീസാണ് ടിക്കറ്റ്. 3 വയസ്സിന് മേലുള്ള എല്ലാ കുട്ടികൾക്കും ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇതാണ് ഹുസൈൻ സാഗർ ലേക്ക്. നമ്മൾ എക്സിബിഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ലേക്ക് കാണാൻ പറ്റിയത്. ഇതിൻ്റെ എൻട്രൻസ് ഇവിടെ അല്ല. നമ്മൾ പിന്നെ ഓൾറെഡി സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാനൊന്നും കഴിഞ്ഞില്ല. നമ്മൾ എക്സിബിഷനൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെ വീട്ടിലോട്ടേക്കാണ് പോയത്.
ഇതിപ്പോൾ രാത്രി സമയം 12 മണി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 11:30 ആയി സമയം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം. അപ്പോഴാണെങ്കിലും ആളുകൾ നല്ല തിരക്കുണ്ടായിരുന്നു. റോഡിലേക്കാണെങ്കിൽ നിറയെ ആൾക്കാർ അപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കാണുന്നത് തെലങ്കാനയിലെ സെക്രട്ടേറിയറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ദീപം എന്ന് പറയുന്നത് തെലങ്കാനയ്ക്ക് വേണ്ടി പൊരുത്തി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചവരുടെ ഓർമ്മയ്ക്കായി കെട്ടിയ സ്റ്റാച്ചു ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ബൈ, താങ്ക് യു.